ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കച്ചകെട്ടി പാകിസ്ഥാൻ മുൻകൈയെടുത്ത് തുനിഞ്ഞിറങ്ങുമ്പോൾ ഇറാൻ അതിന് സമ്മതം മൂളുമോ എന്നതൊരു വലിയ ആശങ്കയും ചോദ്യവുമായി തന്നെ നിഴലിക്കുകയായിരുന്നു. എന്നാൽ ഒടുവിൽ ഇപ്പോൾ ഇറാൻ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മൂളിയതായുള്ള വിവരങ്ങളാണ്, അല്ലെങ്കിൽ തങ്ങൾ അതിന് തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ആദ്യം പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് അറിയിച്ചിരുന്ന പോലും ഇപ്പോൾ ഇറാൻ ആകട്ടെ പിന്നീട് ഈ നിലപാട് മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ മുഖേന അമേരിക്കയുമായി മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇറാൻ ഇവിടെ തത്വത്തിൽ സമ്മതം മൂളി എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യയിൽ ആഴ്ചകളായി തുടരുന്ന യുദ്ധത്തിന് ഒരു അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഇസ്ലാമാബാദ് ഇനിഷ്യേറ്റീവ് ഫലം കാണുന്നതായി തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ നാണം കെട്ട പാകിസ്ഥാൻ ആകട്ടെ ഇപ്പോൾ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് തങ്ങളെ സ്വയം വെള്ളപൂശി ലോകത്തിന് മുന്നിൽ തങ്ങൾ വലിയ എന്തോ കാര്യം ഇവിടെ ചെയ്യുന്നതായി തന്നെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത്. നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആകട്ടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിനുമായി തന്നെ അവിടെ വിശദമായ ഒരു ഫോൺ സംഭാഷണം നടത്തിയതായും സൂചിപ്പിക്കുന്നുണ്ട്. പിരിമുറുക്കം കുറയ്ക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പാകിസ്ഥാന്റെ പരിപൂർണ പിന്തുണ ഇവിടെ വാഗ്ദാനം ചെയ്തതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായും കൂടിക്കാഴ്ച നടത്തുകയും ഈ അജണ്ടയെക്കുറിച്ച് ചർച്ചകൾ നടത്തി കഴിഞ്ഞതായും സൂചിപ്പിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ആഴ്ചകളായി തുടരുന്ന യുദ്ധത്തിന് അറുതി വരുത്താൻ അതിൽ ലക്ഷ്യമിട്ടുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കാൻ ഒരുങ്ങുന്നത്. മേഖലയിൽ സംഘർഷത്തിൽ താൽക്കാലിക വെടിനിർത്തലോ അല്ലെങ്കിൽ ആക്രമണത്തിൽ നിന്ന് ഒരു ഇടവേളയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്ലാമാബാദിൽ മാർച്ച് 29, 30 തീയതികളിലായി നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അവിടെ പാകിസ്ഥാൻ ആകട്ടെ സൗദി അറേബ്യ, തുർക്കി, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ചേരുന്നതിന് 5 പ്രധാന നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാനെതിരായ ആക്രമണത്തിൽ ഉടനടി തന്നെ നിർത്തണമെന്നും ഭാവിയിൽ അമേരിക്കയോ ഇസ്രയേലോ സൈനിക നടപടികൾ നടത്തില്ല എന്ന് ഉറപ്പ് നൽകണമെന്നതുമാണ് ഇറാന്റെ പ്രാഥമിക ആവശ്യം. മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈജിപ്റ്റ്, തുർക്കി എന്നീ 4 രാജ്യങ്ങളിൽ നിന്നും ഇറാൻ സുരക്ഷാ ഉറപ്പുകൾ തേടിയിട്ടുണ്ട്. രാജ്യം ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ഈ രാജ്യങ്ങൾ സജീവമായി തന്നെ ഇടപെടണം എന്നതാണ് ഇറാന്റെ ആവശ്യം. ഈ രാജ്യങ്ങളുടെ ഭൗമരാഷ്ട്രീയ സ്വാധീനവും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാര തടസ്സങ്ങളും അത് പരിഗണിക്കുമ്പോൾ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ഇവർക്ക് വലിയ പങ്കുവഹിക്കാൻ സാധിക്കുമെന്നും വിലയിരുത്തുകയാണ്. 4 രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും പങ്കെടുക്കുന്ന ചർച്ചകളിൽ ഇറാന്റെ നിബന്ധനകളും മധ്യസ്ഥതയ്ക്കുള്ള ഒരു റോഡ് മാപ്പും പ്രധാന വിഷയമാകും. അമേരിക്കയിൽ നിന്ന് കൃത്യമായ ഉറപ്പുകൾ വാങ്ങാൻ ഈ ഗ്രൂപ്പിന് സാധിച്ചാൽ ഉടൻ തന്നെ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം ഇവിടെ സാധ്യമാകും എന്നതാണ് ഇവർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.